ആമേൻ. റോമൻസ് 14:17 വായിക്കാം. റിഖം ബാലബാറ ബഷ റിഖ മനബാരിബന ഹർബാഷരിബന ഹർബാദി ഹർഷരിബന ഊർബശ്രീ ബാലിബന ഹർബാഷകല ബർബരിബ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ വൈകിട്ട് നിന്നപ്പം എന്താ പറയാ, കിച്ചണ ദൈവം തന്ന മെസ്സേജ് എന്റെ കുറുവാക്കി വേണം അറിയാം. ബാക്കിയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ എന്താ പറയാ ദൈവാത്മ തരുമെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര. അപ്പൊ നമ്മളെല്ലാവരും ദൈവരാജ്യത്തിലാണെന്നറിയാം അല്ലെ. ഈ ലോകത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ നമ്മളായിരിക്കും ദൈവരാജ്യത്തിലാണ്. അപ്പൊ ദൈവരാജ്യത്തിലാണെങ്കിൽ നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ, തിന്നുന്നതും കുടിക്കുന്നതും കാര്യങ്ങളെ കുറിച്ചൊന്നും അല്ല നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. അവിടെ ഉണ്ടാകേണ്ട ബാക്കി കാര്യങ്ങൾ വെച്ചാൽ അവിടെ എന്താ പറയാ, നീതി ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം ഉണ്ടാകും. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലഭിക്കുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ അവിടെ ഭയങ്കര സന്തോഷം ഉണ്ടാകും, ആനന്ദം ഉണ്ടാകും, ഉല്ലാസം ഉണ്ടാകും. ഹാലയില് നമ്മൾ കാണുന്നുണ്ട്, ലൂക്കോസിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആമേൻ. ഹല യോഹന്നാൻ ജനിക്കുമ്പം ഹലിൽ സക്രിയ പ്രവാചകരുടെ ദൂതൻ ഹലിലെ ദൂത് പറയുന്നു, യോഹന്നാൻ ജനിക്കുമ്പോ ഹലില അനേകർക്ക് സന്തോഷം ഉല്ലാസം ഒക്കെ ഉണ്ടാകുന്നു. ഹാലയില്. അപ്പൊ അതുപോലെ ഹല ദൈവത്തിന്റെ പ്രവൃത്തികൾ എന്തെങ്കിലും നടക്കുമ്പം അവിടെ സന്തോഷം ഉല്ലാസം ഒക്കെ ഉണ്ടാകും. ഹലില് അത് ആമേ വിട്ടുകയാണ്. പക്ഷെ ഇത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ആനന്ദവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മളെല്ലാവരും ആത്മാവിനെ പ്രാപിച്ചവരാണ്. എല്ലാ ദിവസവും വെളുപ്പാങ്കാലത്ത് സമയമൊക്കെ കളഞ്ഞ് ആമേഹല ദിവസം ഇരിക്കുന്നത് വീണ്ടും ആത്മാവിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ ആത്മശക്തിയാൽ നിറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതെല്ലാം നിറഞ്ഞിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ പോയില്ലേ. ഹല്ലേലൂയ. നമ്മൾ ആയിരിക്കും ദൈവരാജ്യത്തിന്റെ പ്രത്യേകത പറഞ്ഞപ്പോഴത്തേന് ഇവിടെ എടുത്ത് പറയുന്നത് തിന്നുന്നതും കുടിക്കുന്നു. അപ്പൊ നമുക്ക് ആരും ജീവിതത്തിൽ മനുഷ്യന് ഈ ലോകത്തിലെ മനുഷ്യൻ എല്ലാവരും ജീവിക്കുന്നത് തിന്നാനും കുടിക്കാനും വേണ്ടിയിട്ടാണ് അല്ലേ. എന്നുവെച്ചാ അവരെല്ലാത്തിനും എന്ത് തിന്നും എന്ത് കുടിക്കുന്നവർ ചുരുക്കണ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ. ഓരോ ദിവസം ബാക്കി എല്ലാ കാര്യങ്ങളും ജീവനത്തിന്റെ ഇതെല്ലാം എന്ന് പറയുന്ന ശരീരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, ഈ ലോകത്തിന്റെ കാര്യങ്ങളെ ബന്ധപ്പെട്ട അവര് പല കാര്യങ്ങളും ടെൻഷൻ അടിക്കുന്നു, പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ളൂ ഈ ലോകത്തെ കുറിച്ച്, ഈ ലോകത്തിൻ്റെതായ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാനല്ല ദൈവം പറഞ്ഞേക്കുന്നത്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഭൂമിയിലുള്ളവരല്ല, നിങ്ങൾ ഉയരത്തുള്ളവരല്ല, നിങ്ങൾ ഉയരത്തുള്ള തന്നെ ചിന്തിക്കണം. അപ്പൊ നമ്മുടെ ചിന്ത തിന്നുന്നേ കുടിക്കുന്നേ ആയിരിക്കരുതെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കണം. അത് ചിന്തിക്കേണ്ടെന്ന് പറയാൻ കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ട്, അന്നന്ന് വേണ്ടുന്ന ആഹാരം ഞാൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ആദ്യം അവന്റെ രാജ്യനീതി അന്വേഷിക്കണം, അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് സകലതും എല്ലാം നൽകപ്പെടും എന്ന് പറഞ്ഞ കണക്ക് നമ്മൾ ഈ ലോകത്തുള്ളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അത് സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അടുത്ത നമ്മുടെ പ്രശ്നം ഹല്ലേലൂയ, ഇവിടെ ആയിരിക്കും ആ രണ്ട് കാര്യങ്ങൾ അങ്ങെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറയുന്ന കാര്യങ്ങള് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും മാത്രം. അപ്പൊ നമുക്ക് നീതി, സമാധാനം, ഹല്ലേലൂയ, ഇത് രണ്ടും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളത്തിലേക്ക് വരുന്ന, അല്ലെ ദൈവത്തിൽ നിന്ന് വരുന്ന നീതി. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് ദൈവമാണ് നീതി, അവിടുത്തെ ലോകത്തിന്റെ നീതി ഒന്നും നമ്മൾ വിഷയാക്കേണ്ട. കാരണം നമ്മുടെ ദൈവം സകല നീതിയോടെ നമുക്ക് നിവർത്തിച്ച ദൈവമായതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ ഫലമാണ് സന്തോഷം, അല്ലെ സമാധാനം എന്നൊക്കെ പറയും. അപ്പൊ നീതി, സമാധാനം, ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു? നമ്മൾ ദൈവരാജ്യത്തിലായി നമുക്ക് ഇതെങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നു? ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം യേശു കർത്താവ് ഒരിക്കൽ പറയുന്നത്, മത്തായിയുടെ സുവിശേഷത്തിനകത്ത് 12-ാം അധ്യായം 28-ാം വാക്യം എന്ന് വായിച്ചാൽ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അതൊന്ന് വായിക്കാവോ? മത്തായി 12:28 തോന്നുന്നുണ്ട്, ഞാൻ നിർത്തോട്ടെ. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ആമേൻ. അപ്പൊ മതി ബലവാനെ പിടിച്ചിട്ടുള്ള ബലം ഇവിടെ വന്ന് ഹല്ലേലൂയ. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. അപ്പൊ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതിന്റെ ഒരടയാളം എന്തെന്ന് വെച്ചാൽ ഭൂതങ്ങളെ പുറത്താക്കുക, അല്ലെങ്കിൽ ദുരാത്മ ശക്തികൾ വിട്ടുമാറും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനക്കേട് കൊണ്ടുവരുന്നത്, സന്തോഷമില്ലായ്മ കൊണ്ടുവരുന്നത്, രോഗം കൊണ്ടുവരുന്നു, ഭാരം കൊണ്ടുവരുന്നു, കടഭാരം കൊണ്ട്, ഇതെല്ലാം എന്തിന്റെ പ്രവർത്തനം വെച്ചാൽ ദുരാത്മ ശക്തികളുടെ പ്രവർത്തനമാണ്. അപ്പൊ നമ്മൾ ദൈവരാജ്യത്തിൽ ആണ് എന്നുള്ള അടയാളം എന്താന്ന് ചോദിച്ചാൽ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല.
കാരണം നമുക്ക് ഇതിനെയൊക്കെ പുറത്താക്കാൻ കഴിയണം. കാരണം ഇവിടെ അടുത്ത് പറയുന്നത് ബലവാനെ പിടിച്ച് കെട്ടണം. ഹാലയില്ല, അതിന് നമുക്ക് ബലം വേണം. അപ്പൊ നമ്മൾ ഓരോ ദിവസവും ആത്മശക്തിയെ പ്രാപിക്കുന്നെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഹാലയില്ല നമുക്ക് ഇതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റണം. അല്ലെ നമുക്ക് ചുറ്റുപാടുമുള്ളവർ നമ്മൾ ആയിരിക്കുന്ന ദൈവരാജ്യത്തിൽ ഉള്ളവരുടെ ജീവിതത്തിൽ അല്ലെ ഇങ്ങനെ കാര്യങ്ങൾ വന്നു കയറാറ്. ഭൂതങ്ങളുണ്ടോ? ഉണ്ട്. ആമേ രോഗ ആത്മാക്കളുണ്ടോ? ഉണ്ട്. ഹാലേലിയ. അന്ധകാര ശക്തികളുണ്ടോ? ഉണ്ട്. ഇതെല്ലാം വന്നു കയറുമ്പോ എന്ന് വെച്ചാൽ ഇതിനെ പുറത്താക്കാൻ കഴിയുന്ന പവർ നമ്മൾ വ്യാപരിക്കണം. ദൈവരാജ്യത്തുള്ളവരുടെ പ്രത്യേക ഒരു യോഹന്നാനെ കുറിച്ച്, യോഹന്നാൻ തടവിലായിരിക്കുമ്പോൾ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ട് ചോദിക്കും, നീ തന്നെയാണോ വരാനുള്ളത്, അത് ഞങ്ങൾ വേറെ ആരെങ്കിലും കാത്തിരിക്കണോന്ന്. കാരണം യോഹന്നാൻ തടവിലായപ്പോൾ ഇടറിപ്പോയി. യോഹന്നാൻ തന്നെയാണ് കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടി പറഞ്ഞ ഇതാണ് ലോകത്തിലെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതിന് വഴിയൊരുക്കാൻ വേണ്ട ഞാൻ വന്നിരിക്കുന്നത്. എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുക, എന്റെ പിന്നാലെ വരുന്ന ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യനല്ല. അത് നിങ്ങളെ എന്താ പറയാ, വെള്ളത്താലും പരിശുദ്ധാത്മാവിന് അല്ലെങ്കിൽ അഗ്നിയാൽ നിങ്ങളെ സ്നാനം കഴിപ്പി എന്നെല്ലാം പറഞ്ഞ് പ്രസംഗിച്ച യോഹന്നാൻ തന്നെ തടവിലായപ്പോ യോഹന്നാൻ ഒരു ഇടർച്ച വന്നു. യോഹന്നാൻ ചോദിച്ചു, നീ തന്നെയാണോ മെശിഹ, അതോ ഞാൻ വേറെ ആരെങ്കിലും കാത്തിരിക്കണോ എന്ന് ചോദിക്കും ശിഷ്യന്മാരെ. അപ്പൊ ശിഷ്യന്മാരെ പറഞ്ഞപ്പോ കർത്താവ് പറയുന്ന മറുപടി, അതൊന്നും കർത്താവ് മറുപടി ആണല്ലേ. കർത്താവ് നീ എന്നിട്ട് പറ, ക്ഷീണന്മാർ കേൾക്കുന്നു, കുരുടന്മാർ കാണുന്നു, ഭൂതാത്മാക്കൾ രോഗാത്മാക്കൾ വിട്ടുപോകുന്നു. ഇതൊക്കെ ചെന്നത് കണ്ടത് അവിടെ ചെന്ന് പറയാൻ പറഞ്ഞു. ഇതൊക്കെ സംഭവിക്കുന്നെങ്കിൽ എന്താണ്? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഇപ്പൊ തന്നെ ഉണ്ട്. ദൈവരാജ്യം വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളം. കാരണം യോഹന്നാൻ പ്രസംഗിച്ചത് ദൈവരാജ്യം സ്വർഗരാജ്യം സമീപിച്ചത് നിങ്ങൾ മാനസാന്തരപ്പെടുമെന്ന് പ്രസംഗിച്ചു. പക്ഷെ ആ ദൈവരാജ്യം വരുന്നു എന്നുള്ളതിന്റെ അടയാളമായിട്ടിടക്കണം. നമ്മള് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിലേക്ക് ചെന്ന സമയത്ത് ഒന്ന് ഞാന് വാക്യങ്ങളൊക്കെ ഇങ്ങനെ തിരുക്കി എടുക്കണം കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 8-ാം അധ്യായം 4 തുടങ്ങിയിട്ടൊന്ന് വായിച്ചേ. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏകമനസ്സോടെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ആമേൻ, ഹല്ലേലൂയ. അവിടെ ഫിലിപ്പോസ് എന്താ പറയാ, ഫിലിപ്പോസ് അവിടെ വചനം സുവിശേഷിച്ചു എന്ന് വെച്ചാൽ ദൈവരാജ്യം സമീപത്തിൽ കർത്താവ് യേശുക്രിസ്തു നിങ്ങൾ പോകുന്നിടത്ത് എന്ത് വേണം? വചനം സുവിശേഷം. കാരണം ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ പറയുന്നതാണ്, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, യേശുക്രിസ്തു രക്ഷയെ കുറിച്ച് പറയുന്നതിനെ കുറിച്ചൊക്കെ ആണ് അവിടെ ചില സുവിശേഷമാണ്. ദൈവരാജ്യത്തിലേക്ക് നമ്മൾ ചെന്ന് ആദ്യമേ വിതയ്ക്കുന്ന സംഭവം. ഹല്ലേലൂയ. അതവിടെ സംസാരിച്ചപ്പോ തന്നെ എന്ത് സംഭവിച്ചെന്നാ, ഫിലിപ്പോസ് ശമരിയ അവരുടെ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളിലെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും അവർ പറയുന്ന ഏക മനസ്സ് ശ്രദ്ധിച്ചുണ്ട്. അപ്പം അടയാളങ്ങൾ അവിടെ വെളിപ്പെട്ടു. എന്നുവെച്ചാൽ വചനം പറഞ്ഞപ്പം അവിടെ അത്ഭുതങ്ങളും അടയാളം വീരപ്രവർത്തനം നടന്നു. അശുദ്ധാത്മാക്കൾ പലരിൽ നിന്നും അവർ ഉറക്ക നിലവിളിച്ചു പുറപ്പെട്ടു. അപ്പം ദൈവരാജ്യത്തിന്റെ പ്രത്യേകതയാണ് ഭൂതങ്ങളെ പുറത്താക്കണമെന്നുള്ള അശുദ്ധാത്മാക്കൾ വിട്ടുമാറണമെന്നുള്ള അപ്പൊ അതുകൊണ്ട് അവിടെ അശുദ്ധാത്മാക്കൾ നിലവിളിച്ചുകൊണ്ട് പുറത്തു. അവിടെ എന്നിട്ട് അവ ഉറക്ക നിലവിളിച്ചു. അനേക പക്ഷപാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അപ്പൊ രോഗ സൗഖ്യം ദൈവരാജ്യത്തിന്റെ ലക്ഷണമാണ്. ഹല്ലേലൂയ. അങ്ങനെ വളരെ സന്തോഷമുണ്ടായി. അപ്പൊ ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതി പരിശുദ്ധാത്മാവിൽ സന്തോഷം. അപ്പൊ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ അവിടെ വളരെ സന്തോഷമുണ്ടായി. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവരാജ്യത്തിലാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാകുന്ന പറയാൻ കാരണം വെച്ചാൽ ദൈവരാജ്യം എവിടൊക്കെ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ വളരെ സന്തോഷമുണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. അതുപോലെ മാർക്കോസിന്റെ 16-ാം അധ്യായത്തിന്റെ അവസാനം കർത്താവ് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നിങ്ങൾ പുറപ്പെട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത് അവിടെ. നമുക്ക് അതിലേക്ക് അതോറിറ്റി എന്തൊക്കെയാ? മാർക്കോസ് 16-ന്റെ 16 ലാസ്റ്റ് വാക്യങ്ങൾ സിസ്റ്റർ. ഞാൻ 15 തുടങ്ങിട്ടാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എടുക്കട്ടെ. 15 തുടങ്ങിട്ട് വായിച്ചു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. 15 തുടങ്ങിട്ട്. പിന്നെ അവൻ അവരോട്,
നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, ബുദ്ധിഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ എന്ത് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ദൈവരാജ്യം പ്രസംഗിക്കാൻ വേണ്ടി ദൈവം ഹാലലിയ തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർക്ക് കൊടുത്ത ഹാലലിയ ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് അവിടെ പറയുന്നത്. ഹാലലിയ എന്തൊക്കെ പറയുന്ന അവരോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളാ പറയുന്നത്. പറയുന്നത് പിന്നെ അവര് നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവരാജ്യം തന്നെയാണ് കേട്ടോ ഹാലലിയ പ്രസംഗം. അപ്പൊ അതുകൊണ്ടാണ് സുവിശേഷം എന്ന് എഴുതിയേക്കുന്നത് ക്രിസ്തുവിനെ പ്രസംഗിക്കുക എന്നൊക്കെ പറയുന്നിടത്ത് എല്ലാം ദൈവരാജ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവിടെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. അപ്പൊ അവരെ ദൈവരാജ്യം അത് കേട്ട് വിശ്വസിക്കുന്നവരെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് അവര് കടക്കും, പ്രവേശിക്കും. പക്ഷെ ആ ചെല്ലുമ്പോ പ്രസംഗിക്കുമ്പോ തന്നെ ദൈവരാജ്യം അവരുടെ ഇടയിലെത്തി. കാരണം ദൈവരാജ്യം സംഭവിച്ചു തുടങ്ങി. അപ്പൊ എന്നിട്ട് വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയാകപ്പെടും പറഞ്ഞിട്ട് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഹാലലൂയ. അപ്പം ദൈവരാജ്യത്തിൽ ഒരാൾ എൻ്റർ ആയി കഴിഞ്ഞാൽ അല്ല ദൈവരാജ്യത്തിലുള്ള ഒരു വ്യക്തിയിലൂടെ നടക്കേണ്ട അത്ഭുതങ്ങളും അടയാളങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നത്. നമ്മൾ ദൈവരാജ്യത്ത് നിൽക്കുന്നെങ്കിൽ നമ്മളും ചെയ്യണം ഇത്, നമ്മളിലൂടെ ഇത് വെളിപ്പെടണം, നമ്മളിലൂടെ ഇത് മറ്റുള്ളവർ അറിയണം. എങ്ങനെയാ കർത്താവിനെ നമ്മൾ ദൈവരാജ്യത്തിന്റെ മെമ്പേഴ്സ് ആണ്, അല്ല ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ്. ഈ ലോകത്തിലുള്ളവരല്ല. നമ്മൾ ഈ ലോകത്തിൽ തന്നെ ജീവിക്കും. നമ്മൾ ദൈവരാജ്യത്തിന്റെ ആൾക്കാരാണ്. എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്ന് ചോദിച്ചാൽ യേശു കർത്താവ് പറയുന്നത് അപ്പൊ അവരാൽ ഈ അടയാളങ്ങൾ വിശ്വസിക്കുന്നവരാൽ അല്ലെങ്കിൽ വിശ്വാസികളാൽ ഈ അടയാളങ്ങൾ നടക്കണം. എന്തൊക്കെ? എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഇപ്പൊ എല്ലാവരും പറയുന്ന ഒന്നാമത്തെ കാര്യം ഭൂതങ്ങളെ പുറത്താക്കണം. അപ്പൊ നമ്മൾ ആയിരിക്കുന്നിടത്ത് ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ എന്തോ തകരാറ് നമുക്ക് ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഭൂതങ്ങൾ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ എല്ലാ മനുഷ്യരിലും ഒക്കെ ഒരുമാതിരി ഉള്ളവരൊക്കെ ഒന്നും രണ്ടൊക്കെ കാണും. പിന്നെ ചിലതിലൊക്കെ കൂടിയ ഗ്രേഡ് കൂടിയതൊക്കെ, ചിലതൊക്കെ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ വലിയ ശല്യമൊന്നും ഉണ്ടാക്കത്തില്ല, ഇടയ്ക്കൊക്കെ വല്ല അസ്വസ്ഥതയൊക്കെ ഉണ്ടാക്കത്തുള്ളൂ, നമ്മൾ കയറി ഇരിക്കുന്നതൊക്കെ ഉണ്ടാവും. പക്ഷേ ചിലതൊക്കെ വളരെ ബുദ്ധിമുട്ട് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടാവും. പക്ഷെ ഇതില്ലാഞ്ഞിട്ടല്ല ഇന്ന് പലയിടത്തും വെളിപ്പെടാത്തത്. അവിടെ ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ ഒരിക്കൽ പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിച്ച വചനം അക്ഷരം മാത്രമല്ല, അതെന്താ ശക്തിയോടെ പരിശുദ്ധാത്മ ശക്തി അവിടെ വെളിപ്പെടും. ആ പരിശുദ്ധാത്മന്റെ പ്രദർശനശാലകളായി മാറണം. അപ്പൊ ശക്തിയുടെ അഭിഷേകത്തിന് ആ പ്രദർശനശാലകളായി മാറാത്തത് കൊണ്ടാണ് പലയിടത്തും ഇന്നും അനക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയുള്ളത്. ഹാലലിയ. നമ്മളും ഒക്കെ ഭയങ്കര കോംപ്രമൈസിങ് പോകുന്നുണ്ട് അതൊക്കെ. ഹാലലിയ. ഞങ്ങൾ വലിയ ഉപദ്രവം ചെയ്യത്തിട്ടുണ്ട്, അങ്ങനെ അടുത്തിരുന്നോളോ എന്ന് പറയപ്പോ കഴിഞ്ഞ ദിവസം കേട്ടായിരുന്നു ഏതൊരു ദേവദാസൻ, നമ്മൾ ബിഷപ്പാസ്റ്റാണ് പറഞ്ഞു. ആരാ പറഞ്ഞത്? ഒരു ഭൂതത്തോട് പുറത്താക്കാൻ പുറത്താൻ പറയുമ്പോ നിങ്ങൾ പോയിട്ട് 3 ദിവസം ഉപവസിക്കാൻ പറഞ്ഞ് 3 ദിവസം ഉപവസിച്ച് വന്ന് പ്രാർത്ഥിച്ച് ഭൂതം പറഞ്ഞ് 7 ദിവസം ഉപവസിച്ചാൽ മാറാന്ന്. അവർ 7 ദിവസം ഉപവസിച്ച് അപ്പൊ ഭൂതം പറഞ്ഞു 21 ദിവസം ഉപവസിക്കാൻ മാറാന്ന്. 21 ദിവസം അപ്പൊ 40 പറഞ്ഞു. 40 പറഞ്ഞപ്പോഴത്തേന് 40 കഴിഞ്ഞപ്പം പിശാച് പറഞ്ഞ് ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിച്ച്, പിന്നെ ഞാൻ എന്തിനാ പോകുന്നത്, ഞാൻ അവിടെ തന്നെ ഇരുന്നോളാം. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ ഇന്ന് പലത് പിശാച് പറയുന്നത് കേട്ടോണ്ട് അതുപോലെ തന്നെ അനുസരിക്കുന്ന കുറച്ച് ആൾക്കാർ. അങ്ങനെ അനുസരിച്ച പിശാച് ഞാൻ എന്തിനാ പോകുന്നത്, ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ അതെല്ലാം അനുസരിക്കുന്നില്ലേ? പിശാച് തീരുമാനിക്കുന്ന എപ്പം പുറത്തു പോകണമെന്ന് ഇപ്പോഴത്തെ കാലത്ത്. പക്ഷെ പിശാചല്ല തീരുമാനിക്കണ്ടേ. നമ്മൾ പറയണം. ഞാൻ പണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞ ഒരു ദൈവദാസന് ഉപവാസത്തില് ഫാസ്റ്റിംഗ് പ്രയറിൽ പോന്നിട്ട് പുള്ളി ഒരു പഴംപൊരി കണ്ടപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞ് ചായ കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ അന്നൊരു അടുത്ത ദിവസം എപ്പോഴോ പുള്ളി ഒരു ഭൂതത്തെ പുറത്താക്കാൻ പോയ ഭൂതം ആ സഭയിൽ എല്ലാവരും മുമ്പ് എന്ന് വിളിച്ചു പറഞ്ഞ്, നിന്നെ എനിക്കറിയാം, നീ ഉപവാസ പ്രാർത്ഥന ഇപ്പൊ പഴംപൊരി മേടിച്ച് തിന്ന ആളല്ലേ, പഴംപൊരി തിന്ന ആളല്ലേ എന്ന് ചോദിച്ചു. കാരണം പാസ്റ്ററാണ് പുള്ളി, എല്ലാ വിശ്വാസികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇത് പറയുന്നതെന്ന് ആലോചിക്കണം. പക്ഷെ പാസ്റ്റർക്ക് പാസ്റ്ററുടെ അന്നത്തെ എന്താ പറയാ
ആ പാസ്റ്റർ മേലെ അധികാരം എന്താണെന്ന് അറിയായിരുന്നു അല്ലെ, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിയാം. അപ്പൊ വ്യാസ് തിരിച്ചു പറഞ്ഞു, ഞാൻ ചിലപ്പോ പഴംപൊരി എന്നും പരിപ്പടം, നിനക്ക് അതിന്റെ ആവശ്യം, നീ അത് പറയേണ്ട ആവശ്യം, നിന്നോട് ഞാൻ പറഞ്ഞ നീ പോയാൽ മതി, വിട്ടുവാങ്ങാൻ പറഞ്ഞു. അപ്പൊ അത് പോയി. കാരണം വെച്ചാ ഇതാണ് എന്താ പറയാ. പക്ഷെ ചില ആൾക്കാർക്ക് അയ്യോ ഇത്രയും ആൾക്കാർ മുമ്പ് വെച്ച് പിശാച് ഞാൻ പഴംപൊരി ഇന്നെന്ന് പറഞ്ഞില്ല, ആകെപ്പാട് പ്രശ്നമായല്ലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളി പതറിപ്പോയാൽ തീർന്നു. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കുറവുകൾ ഉണ്ടായെന്ന് വരും. നമ്മൾ ആരും ദൈവം അല്ല, മനുഷ്യരായതുകൊണ്ട്. എന്താണ്, പക്ഷെ ഇതിനെ പിശാച് നമ്മളോട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത് നമ്മൾ ദൈവം തമ്മിലുള്ള ബന്ധത്തിലായിരിക്കുന്നത്. നമ്മുടെ മേൽ യേശുക്രിസ്തുവിനും നമ്മുടെ യേശുക്രിസ്തു രക്തത്താൽ ഉടമ്പടിക്കല്ല മറ്റൊന്നിനും ഒരു അവകാശമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. എന്തെങ്കിലും കുറവുകൾ വന്നാണ് പിശാച് അത് ചെവിയിലോതും. കണ്ടോ, നീ ഇപ്പൊ ദൈവത്തിന്റെ മകളൊന്നും അല്ല കേട്ടോ, അല്ലെ മകനൊന്നും അല്ല കേട്ടോ, നീ ഇത് ചെയ്തില്ലേ, അതുകൊണ്ട് ദൈവത്തിന് നിന്നെ ഇഷ്ടമല്ല, നീ ദൈവത്തിന്റെ അടുത്ത് മാറി, ഇപ്പൊ നീ പ്രാർത്ഥിച്ചൊന്നും കേൾക്കത്തില്ല, നീ ഇനി പ്രവചിച്ചാലൊന്നും ഫലിക്കത്തില്ല എന്നൊക്കെ പലതും പറയുമ്പം ഇത് കേട്ടിട്ട് ആണെന്ന് വിചാരിച്ച് മാറിയിരിക്കുന്നവരല്ല. അതിനോട് പിശാചോട് നീ പോയി നിന്റെ പണി നോക്ക്. ഹാലേലൂയ. ഇത് ഞാനും ദൈവമായിട്ട് തീർത്തോളാം. എന്റെ അപ്പനുണ്ട് എന്നോട്. ഞാൻ തെറ്റ് ചെയ്ത് എന്നെ ശിക്ഷിക്കാൻ എന്റെ അപ്പനുണ്ട്. അതിനായിട്ട് മറ്റൊരാളുടെ ഉപദേശം ആവശ്യമില്ലെന്ന് പറയാനുള്ള ഗട്സ് കാണിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലേലൂയ പല തോന്നലുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്ന, ജഡം നമ്മളോട് പറയുന്ന, പിശാച് നമ്മളോട് പറയുന്നത്, ഇതൊക്കെ കേട്ട് പലപ്പോഴും പലരും ഹല്ലേലൂയ ഒതുക്കി കളയുന്ന മണ്ഡലങ്ങളുണ്ട്. ചില മനുഷ്യർ പറയുന്നതും ഉണ്ട്. ഇന്നലെ ഞങ്ങള് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഹലോ, ദൈവദാസന്മാർക്കും ദൈവസഭയ്ക്കുള്ള വിശ്വാസികൾക്കും എല്ലാവർക്കും ഉള്ള പ്രശ്നം വെച്ചാൽ ഒരാളിച്ച് കഷ്ടതയിൽ കൂടെ, ബുദ്ധിമുട്ടിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ പോകുന്ന കണ്ടാൽ ഉടനെ പറയും എന്തോ കുഴപ്പമുണ്ട് കേട്ടോ, ഒരു നല്ല പ്രാർത്ഥനയൊക്കെ വെക്ക് കേട്ടോ, ഇതൊക്കെ ഒന്ന് വിട്ടുമാറും, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ എന്നൊക്കെ പറയാം. പക്ഷേ നമ്മൾ ഒരു കഷ്ടതയെ കൂടെ കടന്നു പോകുമ്പോൾ അത് എന്തുകൊണ്ടാ അത് വന്നേന്ന് തിരിച്ചറിയാത്തവരാണെങ്കിൽ അതിനകത്ത് വിഷമമാവും. അതിനകത്ത് പെട്ടു അയ്യോ ദൈവമേ കർത്താവേ, എന്റെ ജീവിതത്തിൽ പാവം ഇരുന്നിട്ട്, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇതായിട്ടാണോ, അല്ലെങ്കിൽ ഇവർ പറയുന്ന കണക്ക് എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ദൈവസന്നിധിയിൽ അവര് ചിലപ്പോ വിശ്വാസം ഇടറിപ്പോവാനായിട്ടൊക്കെ ചാൻസ് വരും. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുക, നമ്മൾ എന്താണെന്നൊരു ബോധ്യം നമുക്കതിന് ഉണ്ടാകണം. നമ്മൾ എവിടെയാണ്, നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം എന്താണെന്നും, നമ്മൾ എവിടെ അങ്ങനെയാണ് ദൈവസേന നിൽക്കുന്നതെന്നും, അല്ല നമുക്ക് അപ്പനുമായിട്ട് ഒരു ബന്ധം ഇല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതൊക്കെ നമ്മൾ കേട്ട് വിശ്വസിക്കും. നമുക്ക് നമ്മുടെ അപ്പനുമായിട്ടൊരു ബന്ധമുണ്ടാകണം. നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നമുക്ക് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാൻ ഇടയാകണം. അല്ലെ നമുക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ട്. ഇതില്ലെങ്കിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞത്, മറ്റുള്ള പലരും പറയുന്ന പലതും കേട്ടിട്ട് നമ്മൾ അതൊക്കെ വിശ്വസിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം ആ സന്തോഷത്തിലും സമാധാനത്തിലും ആയിരിക്കേണ്ട ജീവിതത്തെ ദുഃഖത്തിലും എന്തൊക്കെയോ ചിന്തകളിലും ആക്കിക്കളയുന്നു. അതുകൊണ്ട് ദൈവരാജ്യം നമ്മൾ ഉണ്ടെങ്കിൽ വെളിപ്പെടേണ്ട ഒരു കാര്യം, നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടോ വെച്ചാൽ ഉണ്ട്, ചിലപ്പോ രോഗാവസ്ഥ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ചിലതൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ളപ്പോലും അതൊക്കെ ആയിരിക്കുമ്പോഴും നമ്മൾ സന്തോഷവും സമാധാനവും ഉണ്ടാകണം. ഹല്ലേലൂയ. ഞാനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാല് ഹല്ലേലൂയ, ഒരാൾ മര്യാദയ്ക്ക് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, അല്ല ജീവനോട് നിൽക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ നമ്മൾ പോകുമ്പോഴും എന്തുകൊണ്ട് നമുക്ക് ഇത്ര ധൈര്യത്തോടെ നമ്മൾ നിൽക്കാൻ പറ്റും, നമുക്ക് ഇത്ര സന്തോഷത്തോടെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷയെ തേക്കാനും ടീച്ചറുടെ അനുഭവത്തിൽ കൂടെ പോകുമ്പോൾ അനേകരെ ആശ്വസിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ വ്യാപരിക്കുന്ന ദൈവരാജ്യമാണത്. നമ്മൾ ആയിരിക്കുന്ന ലോകത്തിലല്ല, ആ ദൈവരാജ്യത്ത് നമ്മൾ നിൽക്കുന്നുള്ളതിന്റെ പ്രത്യേകതയാണ്. പലപ്പോഴും ലോകക്കാര് പലരും പ്രശ്നങ്ങളുടെ മുമ്പിൽ ആത്മഹത്യ ചെയ്യുമ്പോഴും, പ്രശ്നങ്ങളുടെ മുമ്പിൽ ഇടറി വീഴുമ്പോഴും, ആ ഒരു പ്രശ്നങ്ങളുടെ മുമ്പിൽ പെട്ടുപോകുമ്പോഴും നമ്മൾ എന്തുകൊണ്ടാ പെട്ടുപാതയും ഇടറിപ്പാതയും ഒക്കെ നിൽക്കുന്നതിന്റെ കാര്യം എന്താ? അല്ലെ? ഇരിക്കുന്നവർക്കൊക്കെ പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. പക്ഷെ പ്രശ്നങ്ങളുള്ളപ്പോഴും അവർക്ക് എങ്ങനെയാലും കരഞ്ഞു വിളിച്ച് അയ്യോ എന്ന് പറഞ്ഞ് പിറുപിറുത്ത് എങ്ങനെയാ അയ്യോ ഇതെന്തോ ചെയ്യുന്നത്, അങ്ങനെ ജീവിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ വിഷയങ്ങളെല്ലാം ഉള്ളപ്പോഴും എന്നോട് ഇടയ്ക്കൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്, സിസ്റ്റർ അതെന്താ സിസ്റ്റർ ഇതെന്താ? അതെന്തെങ്കിലും ആകട്ടെ. കാരണം അത് എനിക്കൊരു കാര്യം ഉറപ്പാ, ഞാൻ തല കുത്തി മറിഞ്ഞാലും ഹല്ലേലൂയ ദൈവത്തിന്റെ സമയമല്ലാത്ത ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കും. പിന്നെ ഞാനത് കുറച്ച് കരഞ്ഞു വിലപിച്ച് ടെൻഷൻ അടിച്ച് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? സമയമാകുമ്പോ നടന്നോളൂ. ഇന്നലെ ഷാജി പാസ്റ്റർ ഉപവാസ പ്രാർത്ഥന ഞാൻ ഫുള്ള് കേട്ടില്ല, പക്ഷെ വചനം പ്രസംഗിച്ച ഒരു കാര്യം പറഞ്ഞു.
എലിശബത്ത്, മറിയയുടെ ദൂതൻ വന്നു, ആമിഹാലെ നിനക്ക് കൃപ ലഭിച്ചു എന്ന് പറഞ്ഞ് പുള്ളിക്കാരി സമർപ്പിച്ചില്ല. നിന്റെ മേൽ അത്യുന്നത ശക്തി വരുമെന്ന് പറഞ്ഞ്, പരിശുദ്ധാത്മ നിന്റെ മേൽ വരുമെന്ന് പറഞ്ഞ്, നീ ഒരു പ്രജ ഉണ്ടാവുന്നു, അത് നീ അങ്ങനെ എല്ലാം പറഞ്ഞപ്പോ പുള്ളിക്കാരി അവിടെ ഒന്നും സറണ്ടർ ചെയ്തില്ല. പക്ഷെ എപ്പോഴാ സറണ്ടർ കഴിച്ചാൽ, നിന്റെ ചാർച്ചക്കാരി എലിശബത്തിന് മച്ചി എന്ന് പറഞ്ഞു നോക്കിയത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലോ നമ്മൾ അറിയാം. അയ്യോ ഇതാ കർത്താവിന്റെ ദാസി ഇതിന്റെ വചനം കൊല്ലാട്ടെ. ആ ഭാഗം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ലൂക്കോസിന്റെ പുസ്തകം അങ്ങനെ തന്നെയാണ്. അല്ലെ, അപ്പൊ എന്ന് വെച്ചാ കൃപ ലഭിച്ചവളാ, നിന്നെ ദൈവം അതിനു വേണ്ടി കണ്ടിരിക്കുന്നു, നീ ഒരു മകനെ പ്രസവിക്കും, അത് ആ അത്തിന്റെ ശക്തി നിന്റെ മേൽ നേരിടും, പരിശുദ്ധാൻ നിന്റെ മേൽ വരും. ഇതെല്ലാം പറഞ്ഞപ്പോ അവിടെ കർത്താവിന്റെ ദാസിൽ സമർപ്പണം ഉണ്ടായില്ല. നമ്മളൊക്കെ ഇത്രയും നാൾ ചെയ്യാം. പക്ഷെ അവിടെ അവസാനം പറഞ്ഞ് നിന്റെ ചാർച്ചക്കാറ്റ് മച്ചി എന്ന് പറഞ്ഞ എലിശബത്ത് 6-ാം മാസം. ഈ കാര്യം ദൈവത്തിന്റെ കാര്യം അസാധ്യമല്ല. ഇത് പറഞ്ഞപ്പോ മറിയ പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസിൽ സമർപ്പണം. കാരണം ദൈവത്തിന്റെ ദൂതം വന്ന് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാല്, നമ്മൾ നോക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ നമുക്ക് അറിയുന്നവർക്കിടയിൽ ഒരു ദൈവം ചെയ്തൊരു അത്ഭുതം കേട്ട് നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കും. പെട്ടെന്ന് നമുക്ക് ബലം വരും. ഈ അവിടെ ചെയ്തു അത് അങ്ങനെ കാര്യം നടക്കും, എന്നാ പിന്നെ ഇതിന് ഒരു പ്രശ്നവും ഇല്ല, എന്റെ കാര്യം നടക്കും അല്ലെ. ഹാലേ. പക്ഷേ അവിടെ അതുകൊണ്ടല്ല നിർത്തിയത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എലിശബത്ത് വിവാഹം കഴിഞ്ഞിട്ട് അത്രയും കാലമായി അവര് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നതാണ് ഹസ്ബൻഡ്. അമ്മ സക്കരിയ പുരോഹിതന്റെ ഭാര്യയാണ്. ദൈവത്തിന്റെ അവിടെ അകത്ത് എന്താ പറയാ, അതിൽ തന്നെ ചെന്ന് ധൂപം കാട്ടാനായിട്ട് തെരഞ്ഞെടുക്കുക. അത്രത്തോളം ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബം. എന്നിട്ടും അവർക്കൊരു സന്തതി ഉണ്ടായില്ല. അവർ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, അവർ നല്ല ജീവിതം നയിക്കാഞ്ഞിട്ടേ. കാരണം നോർമലി യഹൂദന്മാരുടെ ഒക്കെ ഇതനുസരിച്ച് ഒരു മക്കളില്ലാത്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ. പക്ഷെ ഇവരുടെ ജീവിതം വളരെ നല്ല ജീവിതമായതുകൊണ്ട് അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരെ മാറ്റി നിർത്തിട്ട് കാണുന്ന പുള്ളി അന്നൊരു ധൂപം കാട്ടുന്നതിലൊക്കെ ശുശ്രൂഷയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം അവർ നല്ല ജീവിതം നയിച്ചത് എല്ലാമായിരുന്നിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു കാര്യം ദൈവം പെൻഡിങ് വെച്ചിരുന്നു. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിനറിയെ കുറച്ച് കഴിയുമ്പോൾ മറിയെ തെരഞ്ഞെടുക്കണം. രക്ഷകൻ വന്ന് പിറക്കാനുള്ള ഉദരമാണത്. പക്ഷെ അവളെ വിശ്വസിപ്പിക്കണമെങ്കിൽ ദൂതരർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലൊന്നും അവൾ വിശ്വസിക്കത്തില്ല. അതിന് അവളുടെ കുടുംബത്തിൽ തന്നെ, അവളുടെ ചാർച്ചക്കാർക്കിടയിൽ തന്നെ അവളെ വിശ്വസിപ്പിക്കാൻ പാകത്തിൽ ഒരു അടയാളം അവിടെ വേണം. അതിനു വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ് എലിശബത്തിന്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലതൊക്കെ വൈകിപ്പിച്ചുകൊണ്ട് ദൈവം മാറ്റി വെക്കുന്നെങ്കിൽ ചിലർക്കൊക്കെ ഒരു അടയാളമാക്കാൻ വേണ്ടി അത് മാറ്റി വെക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ലേറ്റ് ആകും തോറും നമ്മൾ എന്താ വിചാരിക്കുന്നത് വെച്ചാൽ, കർത്താവ് ഇത് ആർക്കൊക്കെ വേണ്ടി, ആരുടെയൊക്കെ മുന്നിൽ ഒരടയാളമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ദൈവം മാറ്റി. ഈ അടയാളം പറഞ്ഞാൽ അനേകര് ഹല്ലേലൂയ ദൈവത്തിന്റെ അടുക്കിലേക്ക് സമർപ്പിക്കപ്പെടാൻ ഇടയാകും. നേരത്തെ ഞാൻ ഈ വചനം പറഞ്ഞു ഒരിക്കൽ പറഞ്ഞു, സാറപ്പ സിസ്റ്റർ നോക്കി ഞാൻ പറഞ്ഞായിരുന്നു ഹാലിലെ ജെയിംസ് അങ്കിൾ ഇങ്ങനെ നിർത്തിയേക്കുന്ന പെൻഡിങ് വെച്ചേക്കുന്നത് അനേകർക്ക് അടയാളം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഹാലയിലെ. കാരണം അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞതൊക്കെ പിന്നെ ഞാൻ അതേപോലെ മറന്നു വന്നതാണ്. പക്ഷെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കും വീണ്ടും പരിശുദ്ധാത്മ അതേ ഒരു കാര്യം സാറമ്മ നോക്കി പറയുന്നുണ്ട്. അതിങ്ങനെ എത്ര വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ടും പെൻഡിങ് ഇരിക്കുന്ന അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ആ പെൻഡിങ് ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് ഹാലിൽ ഒരാളോട് മാത്രമേ ഇത് എല്ലാവർക്കും ഏറ്റെടുക്കുക. അങ്ങനെ പെൻഡിങ് ആയിട്ട് എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് വിടുതൽ നടക്കാതിരിക്കുന്നെങ്കിൽ ആ പെൻഡിങ് എന്തിനാ വെച്ചേക്കെന്ന് വെച്ചാൽ അനേകർക്ക് അടയാളമാക്കിയത്. ആ ആളില്ലേ പുള്ളി ഇപ്പൊ ഹാലല്ലേ ഭയങ്കര വലിയ പാസ്റ്റർ കേട്ടോ, അയ്യോ ആ മനുഷ്യരത് ചോദിക്കുമ്പോ അദ്ദേഹം വന്നെങ്കിൽ പിന്നെ ഇനിയിപ്പോ നമ്മൾ പിടിച്ചാലും നമ്മൾ മാറ്റി വിശ്വസിക്കാൻ എന്നിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ വരും അല്ലെങ്കിൽ നമുക്കിത് നടക്കും എന്ന് പറയത്തക്ക രീതിയിൽ ഹാലേലിയ ഒരടയാളമാക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഹാലേലിയ. അപ്പൊ അത് ഹാലേലിയ ആ ഒരു പറഞ്ഞു വന്നപ്പോ ഇതിന്റെ ഇടയിൽ കൂടെ വന്നപ്പോ ഇത് കയറി വന്നതാണ് ഹാലേ. പക്ഷേ നമ്മൾ നിൽക്കുന്ന സബ്ജക്ട് മറന്നുകൊണ്ട് ദൈവരാജ്യം. നമ്മൾ ദൈവരാജ്യത്തെ ഞാൻ കുറെ വചനങ്ങളൊക്കെ ഇന്നലെ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത കുറിച്ച് കുറെ എല്ലാം സുവിശേഷങ്ങളിലും ഉണ്ട്. പഴയ നിയമത്തിലൊക്കെ ഒരുപാട് വാക്യങ്ങളുണ്ട് ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഹാലെ. അപ്പൊ നമ്മൾ മത്തായിയുടെ സുവിശേഷം 6:13 നമ്മൾ കണ്ടതാണ് ഹാലെ ദൈവരാജ്യം എന്താണെന്ന്. ഹാലിലെ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞ അപ്പോസ്തലർ 8:12 നമ്മൾ വായിച്ചു ഹാലെ. ലൂക്കോസിന്റെ ദിവസം 4-ാം അധ്യായത്തിൽ 43-ാം വാക്യം ഒന്ന് വായിക്കാവോ? ഹല്ലേലൂയ. അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷിക്കേണ്ടതാകുന്നു, ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആമേൻ. അപ്പം യേശു കർത്താവ് പറയുന്നതാണ്, അപ്പം മറ്റുള്ള പട്ടണങ്ങളിൽ ഞാൻ ദൈവരാജ്യം
ഹാലയിലെ സുവിശേഷിക്കണം. അപ്പൊ സുവിശേഷം ദൈവരാജ്യത്തെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ യേശുക്കത്ത് പറയുന്ന കാര്യം അങ്ങനെ എവിടെയൊക്കെ ഗലീലെ പള്ളിയിൽ പ്രസംഗിച്ചു. അപ്പൊ അവിടേക്ക് കടന്നു പോകാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ അനേകരെ കർത്താവിന്റെ അടുക്കൽ വന്ന് അനേകരെ കർത്താവ് സൗഖ്യമാക്കി. അവരിൽ നിന്ന് ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി. ഹാലിലെ വന്നിട്ടുള്ളവർ എന്തൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് വന്നോ അതിൽ നിർത്തി. അപ്പൊ എന്നിട്ട് ഇത് ഇവിടെ മാത്രം വെളിപ്പെട്ടാ പോരാ, ഒരു സ്ഥലത്ത് മാത്രം വെളിപ്പെട്ടാൽ പോലെ നമ്മളിൽ ഉള്ള ദൈവരാജ്യത്തെ അനേകയിടങ്ങൾ ലോകത്തിന്റെ അറ്റത്തിന് ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ പോകണമെന്ന് ദൈവം പറഞ്ഞേക്കുന്നെങ്കിൽ എന്തിനാ ഈ പോന്നെന്ന് വെച്ചാൽ നമ്മൾ ആള് കാണിക്കാൻ വേണ്ടി അല്ല പോന്നെ. അവിടെ നമ്മൾ അവിടെ പോയിട്ട് വെറുതെ ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോരാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. നമ്മുടെ നമ്മുടെ എന്താ പറയാ, ഇപ്പൊ സെലിബ്രിറ്റികളുടെ കാലമാണ്, സെലിബ്രിറ്റി പാസ്റ്റേഴ്സിന്റെ ഒക്കെ. ആ സെലിബ്രിറ്റി അവിടെ കൊണ്ട് കാണിക്കാൻ വേണ്ടിയാ. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം വെച്ചാൽ ദൈവരാജ്യം അവരുടെ ഇടയിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. ദൈവരാജ്യം എങ്ങനെ വെളിപ്പെടും നമ്മൾ അപ്പോസ്തല പ്രവൃത്തി കണ്ടു. കർത്താവ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെല്ലാം നമ്മൾ കണ്ടു. ദൈവരാജ്യം എന്താ? അവിടെയും പോയിട്ട് എനിക്ക് ദൈവരാജ്യം സുവിശേഷിക്കും. ദൈവരാജ്യം സുവിശേഷിക്കാതെ വെറുതെ പോയിട്ട് പ്രസംഗിച്ചിട്ട് മടങ്ങിപ്പോരുന്ന നല്ല ദൈവരാജ്യം. ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഇന്ന് എന്തുകൊണ്ടാണ് ഹാലേലിയ ഇത്രത്തോളം ആൾക്കാർ രക്ഷയിലേക്ക് വരാനായിട്ട് വരാതെ. ഇപ്പൊ നമ്മൾ കാണാറുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ അനേകം രക്ഷിക്കപ്പെടുന്നുണ്ട്. കാരണം അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അവിടെയൊക്കെ പോകുന്ന പാസ്റ്റർമാർ വലിയ ഫേമസ് ഒന്നുമല്ല. പക്ഷെ അവരവിടെ പോയി പ്രസംഗിക്കുമ്പം, അവരവിടെ പോയി ശുശ്രൂഷിക്കുമ്പം അവിടെ ഇരിക്കുന്ന ഭൂതങ്ങൾ പുറത്താകിയ രോഗികൾ സൗഖ്യം ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. അവിടെ വീര്യപ്രവൃത്തി നടക്കുന്നുണ്ട്, ഇല്ലേ? എല്ലാ പാസ്റ്റർമാരുടെയും അനുഭവം എന്താ? അവിടെ ചെല്ലുമ്പം സുവിശേഷ വിരോധി അല്ലെങ്കിൽ നിൽക്കുകയാണ് അവിടുത്തെ ഗ്രാമ തലവന്മാര് അങ്ങനെ ഇങ്ങനെ. നമ്മളിപ്പോഴും അവിടെയൊക്കെ അങ്ങോട്ടുള്ള ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും നമ്മുടെ പഴയ കഥകൾ വായിക്കുകയും കഥകളിലൊക്കെ കാണുകയൊക്കെ ചെയ്ത പോലെ നമ്മുടെയൊക്കെ നാട്ടിലൊന്നും അങ്ങനൊന്നും നമ്മുടെ ഓർമ്മ പോലും ഇല്ല. അവിടെ ഭരിക്കുന്ന എപ്പോഴും ഗ്രാമ തലവന്മാരും അവിടെ ഹാലയിലെ ഇതൊക്കെയാണ്. ഒരു ആൾക്കാർ കൂട്ടം കൂട്ടമായിട്ട് അവിടെ ഉള്ളവരെ നേതാക്കൾ തന്നെ. അവിടെ നിയമം കോടതിയെ കാട്ടി പോലീസ് സ്റ്റേഷനെ കാട്ടിയൊക്കെ വാല്യൂ അവരുടെ വാക്കുകൾക്ക്. അവിടെ അവരൊക്കെ തീരുമാനിക്കുക ഇവിടെ നിങ്ങൾ പ്രസംഗിച്ച് പോലെ യേശുവിനെ കുറിച്ച് പറയരുതെന്ന് പറയുകയാണെങ്കിൽ പിന്നെ അവിടെ പറയാൻ പറ്റത്തില്ല. ഇവരെ പൊയ്ക്കോണമെന്ന് പോകാം. അപ്പൊ കർത്താവ് യേശുക്രിസ്തുവിന്റെ അവിടെ ഒരാള് ചെന്ന് കഴിഞ്ഞ ഉടനെ സംഭവിക്കുന്ന കാര്യം അവരുടെ നേതാവിന്റെ അല്ലെങ്കിൽ ആ ലീഡറായി നിൽക്കുന്ന ആളുടെ വീട്ടില് മക്കളിലോ അവരിലോ ഇവരിലൊക്കെ വല്ല ഭൂതം കയറും. അപ്പൊ പാസ്റ്റർമാർ എന്നാലേ ഇത് പുറത്തു പോകുന്നുള്ളവർക്ക് നല്ല ഉറപ്പ്. പാസ്റ്റർ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും, അത് പുറത്തു പോകും. അപ്പൊ അതോടെ അവിടുത്തെ സുവിശേഷത്തിന്റെ വാതിൽ ഓപ്പൺ ആകും. ഓപ്പൺ ആകും. അപ്പൊ അങ്ങനെ ഇന്നും അവിടെങ്ങളിൽ ഓരോ സ്ഥലത്ത് എന്തുകൊണ്ട് അത്രത്തോളം സഭകൾ അത്രത്തോളം ജനം രക്ഷയിലേക്ക് വരുന്നതിന്റെ കാര്യം ചില ശുശ്രൂഷകരൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം അവിടെ ഇരിക്കുന്ന ഗ്രേസ് സിസ്റ്റർ വന്നിട്ട് അനുഭവം എന്ന് പറഞ്ഞു പറയാ, ആന്റണി ഫ്രാൻസിസ് പുള്ളിയൊക്കെ അവർ രണ്ടുപേരും പോയപ്പം പറയാ, എവിടെ ഒരു നോർത്ത് ഇന്ത്യ ഒരു സ്ഥലത്ത് എന്നപ്പോ പറയാ, എന്റെ പൊന്നു സിസ്റ്റർ അവിടെ ആണെങ്കിൽ ഭയങ്കര വലിയൊരു ഹോള്. ചർച്ച എന്ന് പറഞ്ഞാല് ഹോളാ, മറ്റേ ഇത് വെച്ച് പണിഞ്ഞിരിക്കുന്ന ഹോളാ. പക്ഷേ അത് ഭയങ്കര വലിയത്. കാരണം ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിൽ പോലെ അത്രയും വലുതില്ല. പക്ഷെ അപ്പൊ ഞാൻ ഓർത്ത് ദൈവം ഇത്രയും ആൾക്കാർ ഇത് എവിടെ നിന്ന് വരാൻ, എന്തിനാ ഇത്രയും വലിയ ഹോള്, ഇത് ചെറുതെങ്ങനെ പോരായിരുന്നു പുള്ളിക്കാരത്തി അത് കണ്ടപ്പോ ചിന്തിച്ചു. പിറ്റേ ദിവസം രാവിലെ ആയി മിനിസ്റ്ററുടെ സമയം, അപ്പൊ അത് നിറച്ച ആൾക്കാര്. അപ്പൊ ഇത് വെച്ച് ഇത്രയും ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ വിചാരിച്ച് ചിന്തിച്ചു. ശുശ്രൂഷ കഴിഞ്ഞപ്പം അവരോട് ചോദിച്ചപ്പോ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ അവർ ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് തലേ ദിവസം വൈകിട്ടേ പുറപ്പെട്ട് നടന്നും വണ്ടി കയറിയൊക്കെ എന്ന് വെച്ചാൽ നാളത്തെ രാവിലത്തെ മീറ്റിങ്ങിന് ഇന്ന് വൈകുന്നേരമേ പുറപ്പെട്ട് അത്രയും ദൂരത്തുനിന്ന് സഞ്ചരിച്ച് വന്നിരിക്കുന്ന ആൾക്കാരെ ഹോള് നിറച്ചിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ആലോചിച്ച് നോക്കണം. ഞായറാഴ്ച ഒരു ദിവസത്തെ പ്രെയർ അവിടെ മാത്രം നടക്കുമ്പോ അവരുടെ ഇടയിലൊക്കെ ഗ്രാമങ്ങളിൽ പ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ അവർ കിലോമീറ്ററുകളോളം ഉള്ള ദൂരെ 10 40 50 100 കിലോമീറ്റർ അകലെ എന്ന് അവർക്ക് അത്രത്തോളം ബസ്സും വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തലേദിവസം വൈകിട്ടേ പുറപ്പെട്ടിട്ടാണ് ഇവരൊക്കെ രാവിലെ ആയപ്പോ മീറ്റിങ്ങിന് എത്തിയേക്കുന്നത്. എന്തുകൊണ്ട് അവർ അത്രത്തോളം പുറപ്പെട്ട് അത്രത്തോളം ബുദ്ധിമുട്ടി അത്രത്തോളം കഷ്ടം അനുഭവിച്ച് വരുന്നതിന്റെ കാര്യം വെച്ചാൽ അവരുടെ ഇടയിൽ നടന്നിട്ടുള്ള വിടുതൽ കൊണ്ടാണ്. അവരൊക്കെ അവർക്കൊക്കെ പലവിധമായ ബന്ധനങ്ങളാൽ വലഞ്ഞ് ബന്ധനങ്ങൾ കെട്ടപ്പെട്ട് ആയിരുന്ന മനുഷ്യരെ വിടുവിച്ചത് കർത്താവിന്റെ സുവിശേഷമാണ്. ദൈവരാജ്യത്തിന്റെ അടയാളം അവരൊക്കെ ദൈവരാജ്യത്തിലായിരിക്കുന്നതിന്റെ സന്തോഷത്തിൽ ഞാൻ പറയാം. അപ്പൊ അത്രയും ദൂരം സഞ്ചരിച്ചിട്ടാണെങ്കിലും ആ ആരാധനയ്ക്ക് എത്തുന്നതിന്റെ കാര്യം അവർക്ക് അത് ഭയങ്കര സന്തോഷമായതുകൊണ്ടല്ലേ.
അവർക്കത് ആനന്ദമായതുകൊണ്ടല്ലേ. ഇന്ന് പലരും നമ്മളൊക്കെ എന്തോ പല ആൾക്കാരും എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് സഭയിൽ പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ട് അതങ്ങോട്ട് മാറ്റി വെക്കും. ഇന്നത്തെ സഭ ആരാധന ക്യാൻസൽ എന്ന് പറയുന്നൊരു കാര്യം വെച്ചാൽ അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെന്ന് തോന്നുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഇടയിൽ അല്ലെ നമ്മുടെ ഈ പ്രാർത്ഥന തന്നെ ഒത്തിരി റിസ്ക് എടുത്തിട്ട് എത്രയൊക്കെ ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ ടൈം സോൺ മാറിയാലും എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും നമ്മൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ഇരിക്കുന്നതിന്റെ കാര്യം എന്താ? ഇതിൽ കേറുമ്പം അതിൻ്റെതായ സന്തോഷമുള്ള അല്ലെ, അതുകൊണ്ട് സമാധാനമാണ്. അല്ലെങ്കിൽ അതനുസരിച്ച് നമുക്കൊരു എന്താ ആനന്ദമുള്ള ഉള്ളിൽ തോന്നുന്നതുകൊണ്ടാണ് നമ്മൾ മുടങ്ങാത്ത. അല്ലെങ്കിൽ നമുക്ക് അതൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടെ വന്ന് ഇത്രയും സമയം ഉറക്കൊഴിഞ്ഞ സമയം സ്പെൻഡ് ചെയ്യാൻ ആർക്കും പട്ടൊന്നുമില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മ നമ്മുടെ കരുനാപ്പള്ളി ഉള്ളതിനൊക്കെ UK പോയിട്ട് ഏത് മണിക്ക് ഏത് പാതിരാത്രിക്ക് എഴുന്നേറ്റിരുന്നു. ഇപ്പൊ ധാരണ സിസ്റ്റർ അവിടെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കയറുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് മുടങ്ങാതിരിക്കുന്നതിന്റെ കാര്യം നമുക്ക് ഒരു ദിവസം ഇത് മുടങ്ങി കഴിഞ്ഞാൽ ഒരു സ്വസ്ഥത ഉണ്ടാകത്തില്ല അല്ലെ. നമുക്കത് ഞാനിപ്പോ എത്ര വയ്യാണ്ട് കിടന്നാല് അങ്ങനെ മുടക്കാല്ലെന്ന് കഴിഞ്ഞ ആഴ്ച ദിവസം ഒട്ടും വയ്യാത്തുണ്ട് ഞാൻ സൂം ഓണാക്കിയിട്ട് കിടന്നിട്ട് എനിക്ക് എന്നിട്ടും ഒരു സ്വസ്ഥതയില്ല. നമുക്ക് നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടത്തില്ല നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാല് കൂടാതിരുന്നാല് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കിടയിൽ പരിശുദ്ധാത്മാ ഉള്ളത് കൊണ്ട് തന്നെയാണ്, പരിശുദ്ധാത്മാവിന്റെ മൂവ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും ഇരിക്കാനും പറ്റത്തില്ല. ഇതുപോലെ ഉറക്കം ഒഴിഞ്ഞിട്ട് എല്ലാ ദിവസവും എഴുന്നേറ്റിരുന്ന് ഇത് ഇരുന്ന് ഇരിക്കാൻ പറ്റും, നമ്മൾ ഉറങ്ങിപ്പോവും. അത് ഉറങ്ങാത്തതിന്റെ കാര്യം പരിശുദ്ധാത്മാവിടയിൽ വ്യാപരിക്കും. നമുക്ക് പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കുന്നത് കൊണ്ടാണ്. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പം അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാകും. അപ്പൊ പലപ്പോഴും അതിൽ നമ്മൾ ഉപേക്ഷയായി വിചാരിക്കത്തിന്റെ കാര്യം ഇതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ കണ്ട യേശു കർത്താവ് അടുത്തടുത്തേക്ക് പോകുമ്പോൾ ദൈവരാജ്യം സുവിശേഷിക്കും. അപ്പൊ നമ്മൾ ഓരോ സ്ഥലത്തേക്കും പോകുമ്പോൾ നമ്മളിലുള്ള ദൈവരാജ്യം അവിടെ വെളിപ്പെടണം. നമ്മൾ മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പം മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പം നമ്മൾ അവിടെ ഒരു ശുശ്രൂഷ നമുക്ക് ലഭിച്ചാൽ അവിടെ നമ്മൾ ചെന്നേക്ക് നമ്മുടെ ആഗ്രഹം കർത്താവ് ഇവിടെ അത്ഭുതം നടക്കണം, അടയാളം നടക്കണം, എന്നെ കൊണ്ട് ശക്തമായി ഉപയോഗിക്കണേ, അല്ലെങ്കിൽ ഇവിടെ വലിയ പ്രവചനം നടക്കുക, ഇതൊന്നും ആഗ്രഹിക്കണ്ട. കർത്താവേ ഇവരുടെ ഇടയിൽ ദൈവരാജ്യത്തിന്റെ ശക്തി ദൈവരാജ്യം എന്നിലുള്ള ദൈവരാജ്യം ഇവിടെ വെളിപ്പെടണം. ഞാൻ ദൈവരാജ്യത്തിലാണ് നിൽക്കുന്നത്. ഞാൻ ദൈവരാജ്യത്തിലാ. ആ ദൈവരാജ്യമാണ് ഇപ്പൊ നമ്മൾ കടന്നിലും നമ്മൾ ചെല്ലുന്നത് ഒരു രാജ്യമായി തന്നെ ചെല്ലുന്നത് അല്ലേ. ഒരു കിങ്ഡമാണ് നമ്മളും ആ രാജ്യത്തിന്റെ രാജകീയ പുരോഹിത വർഗമാണെങ്കിൽ ആ രാജ്യം അവിടെ വെളിപ്പെടുത്താനാണ് നമ്മൾ ചെല്ലുന്നത്. രാജാവും പുരോഹിതനും കൂടിയാണ് എന്താ ദൈവരാജ്യത്തില്. ഇത് അവിടെ ചെന്നാൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ അതവിടെ വെളിപ്പെടണം. നമ്മളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് വെളിപ്പെടണം. നമുക്കൊരാൾക്ക് വേണ്ടി ഒരു ഭവനത്തിലേക്ക് കാല് വെച്ച അവിടെ വെളിപ്പെടണം. ഇത് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാണ്. കാരണം നമ്മൾ നിൽക്കുന്ന രാജ്യം ഈ ലോകക്കാർ നിൽക്കുന്ന പോലെ ആ സ്ഥലമല്ല എന്ന് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനുവേണ്ടി എങ്ങനെയത് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ എങ്ങനെ പറ്റും? നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ പ്രാപിക്കുക, എന്നിട്ട് അതിനെ കൊണ്ടങ്ങോട്ട് റിലീസ് ചെയ്യുക. സിമ്പിൾ. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞു ഇവിടെ നമ്മൾ ഈ ഇടയ്ക്ക് ഞാൻ ഇന്നലെ അത് ഓർമ്മിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അനുഭവങ്ങൾ പറയാൻ നമുക്ക് അനുഭവമാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. മറ്റുള്ളവരുടെ കാര്യം പറയുന്നതിനെക്കാട്ട് നല്ല അന്ന് അവരെങ്ങനെ ചെയ്ത് അന്ന് ഇവരിങ്ങനെ ചെയ്ത് എന്ന് പറയുന്നതിനെക്കാട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് വെളിപ്പെട്ടു. അതായത് ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്റെ മേലുള്ള ഒരു പരിശുദ്ധാത്മ ശക്തി നേരത്തെ ഉണ്ടായിരുന്നു. അതെനിക്കിപ്പോ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ മനസ്സിൽ എപ്പോഴും ഈ ചിന്തയാ കർത്താവേ ഇതെനിക്ക് തിരിച്ചു തരണേ, ഇതെനിക്ക് തിരിച്ചു തരണേ. ഇന്നലെ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ആ ഫാമിലി വന്നവര് പ്രാർത്ഥിച്ചപ്പോ ഈ സംഭവം സബ്ജക്റ്റ് വന്നു, പവർ മിനിസ്റ്റർ, അങ്ങനെ എന്തോ ഒരു വേർഡ് പുള്ളിയുടെ വായന്ന് വന്നു. അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ അതങ്ങോട്ടാണ്. ഇപ്പൊ എന്നിട്ട് ഞങ്ങളൊരു പ്രാർത്ഥന പരിശുദ്ധാത്മ എന്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്നോട് ഓർമ്മിപ്പിക്കുക, നിനക്ക് ഇപ്പോഴും ഇതുണ്ടെന്ന് നിനക്ക് വിശ്വാസമില്ല, നിന്നിൽ ഇത് ഉണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ 2-3-4 പാസ്റ്റർമാർ നമ്മളിവിടെ വന്നിരുന്നു. നമ്മളെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്ന, പക്ഷെ അവരിവിടെ വന്ന് എന്നിട്ട് ഞങ്ങൾ സിസ്റ്റർ വിളിച്ചിട്ട് സിസ്റ്റർ വീട്ടിലേക്ക് സിസ്റ്റർ ഇവിടെ പറയാം, പക്ഷെ ഞങ്ങൾ നിറഞ്ഞ ഇവിടുന്ന് പോകുന്നു. അതുപോലെ പവർ വ്യാപരിച്ച് ഇവരെല്ലാം നിറഞ്ഞ് ഇവിടെ കിടന്ന് തുള്ളിച്ചാടിയിട്ട് പോയേക്കുന്നത്. അപ്പൊ അതെന്നെ ദൈവം പ്രാവശ്യം ഓർമ്മിപ്പിച്ചിട്ട് പറഞ്ഞ് ഇപ്പോഴും നിനക്ക് ഉറപ്പില്ല അതുണ്ടെന്നല്ല. അപ്പൊ ഞാനങ്ങ് ഏറ്റു, ഞാനത് മറന്നേ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സംഭവം ഓർത്തപ്പോ അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ട്.
ഇത് എവിടെ വെളിപ്പെടുന്നു ചോദിച്ചാൽ, ഞാൻ പറയാം, എല്ലാവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ശക്തി പുറപ്പെടും നമുക്ക് മനസ്സിലാകത്തെ. പക്ഷേ ഇതിങ്ങനെ മാനിഫെസ്റ്റ് ആണ്. ഇതുമായിട്ട് കണക്ട്, അല്ലെങ്കിൽ ഇതുപോലെ ആഗ്രഹിച്ച് അതുപോലെ പവർ നിൽക്കുന്നവരായിട്ട് സംസാരിച്ച ഉടനെ ഇത് മാനിഫെസ്റ്റ് ആവും. അതിന്റെ എക്സാമ്പിൾ, ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ കുറെ പാസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ അവിടെ ഞങ്ങൾ ഒരു പാസ്റ്റർ ഉണ്ട്. ആ പാസ്റ്റ് എന്റെ അടുത്തേക്ക് ഒന്ന് വർത്തമാനം പറഞ്ഞിരുന്ന അപ്പൊ അറിയാം ഇങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക. അപ്പൊ പാസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ശക്തി അടിക്കണം നമുക്ക് ആ ശരീരത്തിൽ. അപ്പൊ ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. അത് എനിക്കും അറിയാൻ പറ്റും, പാസ്റ്റൊക്കെ അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് എവിടെയാക്കുക, നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വന്ന് മറിയ ചെന്നിട്ട് എലിസബത്തിനെ കണ്ട് വന്ദനം ചൊല്ലിപ്പോ തന്നെ ഉദരത്തിൽ പിള്ള തുള്ളി, ഹാലേലൂയ, അവര് പ്രൈസിലോട് ഒരു വയറും വയറും. അപ്പൊ അവര് കെട്ടിപ്പിടിച്ച് അവര് വന്ദനം ആ ഒരു ഹാലേലൂയ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്ന് ടച്ച് ചെയ്തപ്പോ അതങ്ങോട്ട് ചെന്നപ്പോ തന്നെ ഇത് മാനിഫെസ്റ്റ് ആയി. ഇത് എവിടെ മാനിഫെസ്റ്റ് ആകും? പലയിടത്തും, എല്ലായിടത്തും ഇത് മാനിഫെസ്റ്റ് ആകത്തില്ല. പക്ഷേ നിങ്ങൾ ചിന്തിച്ചോണം, നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ചെന്ന് മാനിഫെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കണം. അവരിലിരിക്കുന്ന ഹാലേലൂയ പരിശുദ്ധാത്മാ ശക്തി നമ്മൾ ശക്തി കൂട്ടിമുട്ടി കാന്തം ഹാലേലിയ ഇങ്ങനെ വരുമ്പോ ഇതായിട്ട് അയണമൊക്കെ ആയിട്ട് കാണുമ്പോ ഇങ്ങനെ ചാടിക്കറി പിടിക്കുന്ന കണ്ടിട്ടില്ലേ? ഇതുപോലെ തന്നെ നടക്കും. ഹാലേലിയ. അപ്പൊ എവിടെയെങ്കിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് മൂവ് ചെയ്യുന്ന മാനിഫെസ്റ്റ് ചെയ്യുന്ന നമുക്ക് ഇത് അനുഭവിച്ചറിയുന്നെങ്കിൽ മനസ്സിലാക്കണം, അവരിൽ ഹാലേലിയ ഇതിന്റെ ഹാലേലിയ മാനിഫെസ്റ്റേഷൻ ഉണ്ടെന്നുള്ളതിന്റെ അടയാളമാണ് ഹാലേലിയ. അങ്ങനെയുള്ളവർ തമ്മിൽ ഇത് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പകരപ്പെടും. അല്ലെങ്കിൽ ഇമ്പാർട്ട് നമ്മൾ തൊടാതെ അല്ലെ നമ്മൾ ആഗ്രഹിക്കാതെ പോലാണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പാർട്ടാകും ഹാലയില്. കാരണം അതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നവർ ഹാലയിലിയ പരിശുദ്ധാത്മാന്റെ മൂവുള്ളവരാണെങ്കിൽ അറിയാണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില വിടുതലുകൾ നടന്നുകൊണ്ടേയിരിക്കും സംഭവമാണ്. അപ്പൊ അതൊക്കെ എന്ത് കാണിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ ദൈവരാജ്യത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. കുറെ വചനങ്ങൾ എഴുതി വെച്ചു, പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക, കറങ്ങി 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 ഹല്ലേലൂയ. അപ്പം മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 43-ാം വാക്യം ഒന്ന് വായിച്ചോ. ഏറ്റവും കൂടുതൽ ദൈവരാജ്യത്തെ കുറിച്ച് പറയും മത്തായിയുടെ സുവിശേഷത്തില കേട്ടോ. 5-ാം അധ്യായം തുടങ്ങി ഇങ്ങോട്ട് പറയുന്നതിനകത്ത് കർത്താവ് പറഞ്ഞേക്കുന്ന എല്ലാം ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായിയുടെ 21-ന്റെ 43 വാക്യം. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കലിനെടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് അറിയാമോ? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ നിന്നെടുത്ത് അപ്പൊ യഹൂദന്മാരുടെ പറയുന്നത് അവരെന്താ വെച്ചാൽ അവർ അവിടെ വീട് പണിയുന്ന തള്ളിക്കളഞ്ഞ മൂലക്കല്ല മലന്നൊക്കെ പറഞ്ഞ കർത്താവ് യേശുക്രിസ്തുവിനെ അവർക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് യേശുക്രിസ്തു ശരിക്കും പറഞ്ഞ ഭൂമിയിലേക്ക് വന്നതെന്ന് നമ്മൾ ചരിത്രങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവരത് കൈക്കൊള്ളാഞ്ഞതുകൊണ്ട് നമ്മൾ ജാതികളെ നമ്മളിലേക്ക് വന്നു. അപ്പം നിങ്ങൾ ദൈവരാജ്യം നിങ്ങളുടെ മുമ്പിൽ സമീപിച്ചിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് വ്യാപരിച്ചു കണ്ട് നിങ്ങൾ അത് കൈക്കൊണ്ടില്ല, നിങ്ങൾ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിത് എടുത്തിട്ട് ജാതികൾക്ക് കൊടുക്കുക, അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. എഴുതിക്കുന്ന വാക്കിൽ കൃത്യം വെച്ച ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. ഇന്നിപ്പോ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് ആക്കപ്പെട്ടു, പക്ഷെ നമ്മൾ ഫലം കൊടുക്കുന്നില്ല എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നമ്മൾ രക്ഷയുണ്ടോ ഉണ്ട്, സ്നാനപ്പെട്ട ഉണ്ട്, ദൈവരാജ്യത്ത് കേറി. പക്ഷേങ്കില് ഫലം കൊടുക്കുന്ന ജാതികളാണ് ഇതിന്റെ ബ്യൂട്ടി അനുഭവിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവരാജ്യത്തിൽ ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഫലം കൊടുക്കുന്നുണ്ടോ? നല്ല ഫലം നമ്മളിത് പുറപ്പെടുന്നുണ്ടോ? ദൈവരാജ്യത്തിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ദൈവരാജ്യത്തിന്റെ അടയാളമാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ദൈവരാജ്യത്ത് സംഭവിക്കണം. എന്നാൽ അവർ യേശു കർത്താവ് എന്തൊക്കെയാ ദൈവരാജ്യം നിങ്ങളുടെ സമീപമായിരിക്കുന്ന അടയാളം എന്താ? രോഗികൾ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങൾ വിട്ടുമാറുന്നു, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ഇതെല്ലാം കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു. ഇതൊക്കെ ദൈവരാജ്യത്തിന്റെ മാനിഫെസ്റ്റേഷനാ. അതാണ് ദൈവരാജ്യത്തിന്റെ ഫലം. അനേകർ വിടുവിക്കപ്പെടണം. ഇത് കൊടുക്കുന്നവർക്ക് ഞാൻ കൊടുക്കും, നിങ്ങൾ എടുക്കാം. പക്ഷെ ഇന്ന് നമ്മളോട് ദൈവത്തിന്റെ ഇത് തന്നെ പറയുന്നത്, നിങ്ങൾ ഫലം കൊടുക്കുന്നില്ലെങ്കിൽ ഇതെടുത്തിട്ട് ഞാൻ ഫലം കൊടുക്കുന്നവരുടെ കയ്യിലേക്ക് കൊടുക്കും. അപ്പൊ വെറുതെ ഞാൻ എന്തായാലും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസം ഇവിടെ കാണാൻ ഇരുന്നോളാം, ഇങ്ങനെ കർത്താവ് വരുമ്പോ അങ്ങോട്ട് പൊയ്ക്കോളാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കേട്ടോ. നിങ്ങൾ ഫലം കൊടുത്തില്ലെങ്കിൽ ഇതെന്താ ചെയ്യുന്നത്? നിങ്ങൾ മറ്റേ കൊടുക്കുന്നവരുടെ കയ്യിലേക്ക് കൊടുക്കുമെന്നേ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഫലം കൊടുക്കുക. ഇപ്പൊ ഞാൻ പറയാം, ഇതിനകത്തിരിക്കുന്ന പല ആൾക്കാരെ എനിക്കറിയാം,
അവരെ കൊണ്ട് കഴിയുന്ന കാര്യം എന്ന് വെച്ചാൽ അനേകരെ പ്രാർത്ഥിച്ച് വിടുവിക്കുന്ന അവരുടെ രോഗം ഉണ്ടെങ്കിലും അവർക്ക് വിഷമങ്ങൾ ഉണ്ടെങ്കിലും പടഭാരം മറ്റെന്തുണ്ടെങ്കിലും കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് അവർ വിടുവിക്കുന്ന അനേകർ ഇതിനകത്തുണ്ട്. അവർ പോലും അറിയാതെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ശുശ്രൂഷയാണ്. മനസ്സിലാകുന്നുണ്ടോ? അവര് ശുശ്രൂഷകന്മാർ ചെയ്യുന്നത് മാനിഫെസ്റ്റ് ചെയ്തൊക്കെ ഓക്കെ ഔട്ട് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഔട്ട് ആക്കുന്നില്ലെങ്കിലും, പക്ഷെ ഇവര് കയറി പ്രാർത്ഥിച്ച് അവരിലിരിക്കുന്ന ചിലതിനൊക്കെ പുറത്താക്കി ഇവര് അറിയാണ്ട് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ ഇത് തന്നെയാണ്. ആ ഉപയോഗിക്കുന്ന രീതി രണ്ടും വ്യത്യസ്തമാണെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഓരോരുത്തർ അങ്ങനെ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ നിൽക്കുന്ന ദൈവരാജ്യത്തിൽ തന്നെ നമ്മൾ അറിയാണ്ട് നമ്മൾ ചെയ്യുന്ന മിനിസ്ട്രി അത്. അവരിലേക്ക് ഇപ്പൊ രോഗികൾ നമ്മുടെ കൂട്ടത്തിലുള്ള പലർക്കാരും നോർമലി ചില രോഗങ്ങളൊക്കെ വന്ന ആൾക്കാർ രക്ഷപ്പെടുമെന്ന് തന്നെ തോന്നത്തില്ല. അല്ലെങ്കിൽ ഡോക്ടർമാരെ ചികിത്സിച്ച ഡോക്ടർമാരാണ് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് കീമോ ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് നോക്കാം എന്നേ പറയത്തുള്ളൂ അല്ലേ. പക്ഷെ പ്രാർത്ഥിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട്, പിന്നെ സർജറി കഴിഞ്ഞാൽ ഞാൻ സർജറി ചെയ്താലും വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഒരു പുറത്തു വരുന്ന കാണാറ്. ഇത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ആ ശക്തി പുറത്തു പോകുന്നുണ്ടോ. അല്ലാതെ ഡോക്ടർമാരുടെ മിടുക്കോ ട്രീറ്റ്മെന്റിന്റെ മിടുക്കോ ഹല്ലേലൂയ ആ ഹോസ്പിറ്റലിന്റെ പേര് കൊണ്ട് ഒന്നുമല്ല ഹല്ലേലൂയ. അവിടെ പ്രാർത്ഥിച്ചാൽ അത്ഭുതം ദൈവം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ദൈവത്തെ നിങ്ങളുടെ പ്രാർത്ഥന കാരണം അവരിരിക്കുന്ന രോഗാത്മ ദുരാത്മ ശക്തി അവരിന്ന് പുറത്തു പോകുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ പലപ്പോഴും ആ വിടുതൽ അവിടെ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ അറിയാണ്ടാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ ഇത് തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾക്ക് ഞാൻ ഇതിന് പവർഫുൾ ആണ് കേട്ടോ, എന്നിലൂടെ ഇത് വെളിപ്പെടുന്നുണ്ടെന്നതിന്റെ ബോധ്യം നമുക്ക് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഒതുങ്ങിയിരിക്കുന്നതിന്റെ കാര്യം. പക്ഷെ നിങ്ങൾ തിരിച്ചറിവുണ്ടാകണം. നിങ്ങളിപ്പോ നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമുക്കറിയാം. എനിക്ക് പ്രാർത്ഥിച്ചറിയാപ്പോ തന്നെ ശക്തി പുറപ്പെടുന്നത് അവരെ തൊടുന്ന അറിയപ്പെടും. പക്ഷേ പെട്ടെന്ന് ചിലപ്പം അതിന് വിപരീതമായിട്ട് റിസൾട്ട് ആയിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കേൾക്കും. പക്ഷെ വിപരീതമായ റിസൾട്ട് കിട്ടുമ്പം നിങ്ങൾ അവിടെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അവിടെ നിങ്ങൾ പറയണം റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, ദൈവം വിടുവിച്ചതാണെങ്കിൽ എന്നെ വിടുവിച്ചതാണ്. കഴിഞ്ഞ ദിവസം ഒരു ക്യാൻസർ പേഷ്യന്റ് കാര്യം പറഞ്ഞു. അദ്ദേഹം രോഗിയായിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ വചനം പുള്ളിയോട് ഇടപെട്ട് നിന്നെ ഞാൻ സൗഖ്യമാക്കിയിരിക്കുന്നു. പുള്ളി അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് ഇത്ര നാള് കുറച്ചേ ഉണ്ടത്, ഇപ്പൊ നിങ്ങളുടെ ബോഡി മുഴുവൻ ഇതിന്റെ ക്യാൻസറിന്റെ ഇത് സ്പ്രെഡ് ചെയ്തേക്കുന്നു, അതുകൊണ്ട് ഒരു കാരണവശാലും രക്ഷയില്ല. പുള്ളി അവിടെ നിന്ന് റിസൾട്ട് പൊക്കി പിടിച്ചിട്ട് റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, ഇത് ഞാൻ വിശ്വസിക്കത്തില്ല, എന്റെ ദൈവത്തിന്റെ വചനം എന്ത് പറയും അത് മാത്രം ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് ഡിക്ലെയർ ചെയ്ത് അദ്ദേഹം പൂർണ്ണ സൗഖ്യമായി ഇപ്പോഴും ഉണ്ട്. അപ്പൊ റിസൾട്ട് ചിലപ്പോൾ നമ്മൾ പറയും, നമ്മൾ എന്താണോ ദൈവത്തിന് ദൈവം നമ്മളോട് പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ മുമ്പിൽ ലോകം പറയുന്നത്. ലോകം പറയുന്ന കേട്ടിട്ട് അയ്യോ ഇതിപ്പോ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത് തെറ്റിപ്പോയില്ല, അല്ലെങ്കിൽ ഇതാണല്ലോ ഇപ്പൊ കേട്ടതെന്ന് മനസ്സിൽ പറഞ്ഞാല് നമ്മളത് വിശ്വസിച്ചിട്ടുണ്ട്, നമ്മൾ തളർന്നു പോയി. അവിടെ അപ്പൊ നമ്മൾ പറയണം എന്തായാലും ദൈവത്തെ വെറുതെ വാക്ക് പറയത്തില്ല, ദൈവത്തിന്റെ വചനം വെറുതെ വരത്തില്ല. എന്നോട് അത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും എന്റെ സാഹചര്യം, നമ്മുടെ സാഹചര്യങ്ങൾ എന്തു പറയട്ടെ ആ സാഹചര്യത്തെ കണ്ടുകൊണ്ട് നമ്മൾ തളർന്നു പോകല്, സാഹചര്യത്തെ കണ്ട് നമ്മൾ പതറിപ്പോലെ. കാരണം ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞു അത് തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. അതിൽ കാരണം നമ്മൾ ദൈവരാജ്യത്ത് നിൽക്കുന്നുണ്ട് ഉറപ്പാ ഇതൊക്കെ. അല്ലെങ്കിൽ ലോകക്കാരെ പോലെ നമ്മുടെ കൺമുമ്പിൽ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ ഓക്കെ ശരിയായി കേട്ടോ, അത് പോകുമ്പോ അയ്യോ പോയി കേട്ടോ, പിന്നെ വരുമ്പോ സന്തോഷിക്കും, പിന്നെ പോകുമ്പോ സങ്കടപ്പെടും. പക്ഷെ ദൈവരാജ്യം നിൽക്കുന്നവർക്ക് അതല്ല പറഞ്ഞേക്കുന്നത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയം അല്ല, നീതിയും സമാധാനം പരിശുദ്ധാത്മ സന്തോഷം അത്രേ. ഇതൊക്കെ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇത് നമുക്ക് എല്ലാവർക്കും അതൊക്കെ ഒരു അറിയാവുന്നതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒത്തിരി സമയം അതിനകത്തേക്ക് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ ഇന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ അവിടെ രണ്ട് കാര്യങ്ങൾ നിൽക്കുക, സമാധാനം സന്തോഷം ഉണ്ടാകും. നമുക്ക് ദൈവരാജ്യത്ത് നിൽക്കുമ്പം സമാധാന സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എന്തോ കുഴപ്പമുണ്ട്. അത് നമ്മൾ ഒന്ന് പരിശോധിക്കണം. അവിടെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ ഒന്ന് നോക്കണം. അവിടെ ദൈവരാജ്യം മാനിഫെസ്റ്റ് ആകാത്ത ഒരു സ്ഥലമാണെങ്കിൽ അവിടെ എന്തുകൊണ്ടത് മാനിഫെസ്റ്റ് ആകുന്നില്ല? അതിനെ കുറിച്ച് നിങ്ങൾ നോക്കണം. അവിടെ ചില കാര്യങ്ങൾ നമ്മൾ അവിടെ അങ്ങനെ ദൈവത്തോട് ചോദിച്ച് അതിനെ കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചില സഭയിൽ നിൽക്കുന്ന ആൾക്കാരോട് തന്നെ ദൈവദാസന്മാര് പറയാതെ
തെറ്റിച്ച് കളയാൻ പറയുന്ന വീഴ്ചിച്ച് കളയാൻ പറയുന്നൊന്നുമല്ല ഹല്ലേലൂയ. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സംഭവിക്കുമ്പോൾ നമ്മൾ നോക്കണം. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നോക്കണം. നോക്കിയതിന് ശേഷം ഹല്ലേലൂയ അതിനെ നമ്മൾ വേണമെങ്കിൽ ദൈവത്തോട് ചോദിച്ച് അവിടുന്ന് മാറി നിൽക്കാനായിട്ടോ മൂവ് ചെയ്യാനായിട്ടോ ഒക്കെ ശ്രമിക്കണം. അത് പറയാറുണ്ട് ഹല്ലേലൂയ. അത് അഡ്വൈസ്. കാരണം അതിന്റെ കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ദൈവരാജ്യം വെളിപ്പെടുന്നില്ലെങ്കിൽ, ഒരു ദൈവരാജ്യത്തിന്റെ സന്തോഷം അവിടെ ഇല്ലെങ്കിൽ, ദൈവരാജ്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ അവിടെ ഇല്ലെങ്കിൽ, എന്നും ഹല്ലേലൂയ അവൻ ചതഞ്ഞിരിക്കുന്ന കണക്ക് ഇരിക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ ഈ പ്രാർത്ഥനയെ തന്നെ ഞാൻ പറയാം. നിങ്ങൾ വന്നിരുന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല, നിങ്ങൾ എന്നും വന്ന് സമയം കളഞ്ഞ് കളഞ്ഞെന്ന് പറഞ്ഞ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അങ്ങനെ നിങ്ങൾ ഇതിനകത്ത് സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുന്നതന്നെ ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ ഒത്തിരി സൂം മീറ്റിങ്ങുകളൊക്കെ കയറാറുണ്ട് ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാനില്ലാതെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളവിടെ കയറി ഇരുന്നിട്ട് വെറുതെ കയറി ഇരുന്ന് ഇറങ്ങി പോരുവാണെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഒരു മീറ്റിംഗ് നടത്തുന്നു എന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ മീറ്റിംഗ് കുറെ ആൾക്കാർ കയറിയിരിക്കുന്നു, എന്തൊക്കെയോ നമ്മൾ പറയും. പക്ഷെ അവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഒരു വിടുതലും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരു നമ്മൾ തന്നെ ഒന്നുകൂടെ ഒരുക്കാൻ പോലും നമുക്കത് സാധ്യമാകുന്നില്ലെങ്കിൽ, നമ്മുടെ അഭിഷേകത്തിന് മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് മാറ്റം സംഭവിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനം ഇല്ല. വെറുതെ പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ആ നേരത്ത് നിങ്ങൾ കുത്തിന്ന് ദൈവത്തെ വിളിക്കാമെങ്കിൽ അത് കുറച്ചും കൂടെ എങ്കിലും പ്രാർത്ഥിക്കാൻ നിൽക്കാമെങ്കിൽ കുറച്ചുകൂടെ എങ്ങനെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പോലെ നിൽക്കുന്ന സ്ഥലങ്ങൾ എപ്പോഴും നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മളിൽ ഇത് വെളിപ്പെടുന്നുണ്ടോ, നമ്മൾ നിൽക്കുന്നിടത്ത് ഇത് വെളിപ്പെടുന്നുണ്ടോ, നമ്മൾ പോകുന്നിടത്ത് ഇത് വെളിപ്പെടുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കണം. സാറാമ്മ സിസ്റ്റർ ഞാൻ പറയാം, ഇപ്പൊ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി, അവിടെ ചെന്നിട്ട് പോയി പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നു. അവിടെ ഒരു അനക്കവും ഇല്ലെന്നിരുന്നോട്ടെ. ചിലപ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഉടനെ സംഭവിക്കത്തൊന്നുമില്ല കേട്ടോ. ചിലപ്പോ അത് പതിച്ച് വെച്ച് കുറച്ചു നേരം കാത്ത്. പക്ഷെ പിന്നെ അങ്ങനെ ഇങ്ങനെയാണെങ്കിൽ എവിടെ പോയിട്ട് ഒരനക്കവും അല്ല, ചുമ്മാ എന്തൊക്കെയോ പറഞ്ഞ് തിരിച്ചു പോകും. നല്ല ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കണം. പക്ഷെ അതൊക്കെ ഇടയ്ക്ക് പറയുമോ, ഞാനവിടെ ഭയങ്കര ശക്തി പുറപ്പെട്ട് അവിടെ നിന്നവർക്കൊക്കെ ശക്തി അവരൊക്കെ അന്യഭാഷയിൽ ഭയങ്കര അവർ പെട്ടെന്ന് അഭിഷേകത്തിൽ വന്ന് ഇതൊക്കെ പറയും. എന്താ നമ്മളിൽ കിടക്കുന്നത് കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുക അവിടെ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാം. നമ്മൾ ഒരു എംപ്റ്റി വെസലാണോ, നമ്മളവിടെ ചില നിറഞ്ഞ വെസലായിട്ടാണോ ചെല്ലുന്നത് നമുക്ക് തന്നെ തിരിച്ചറിയാം. നമ്മൾ അവിടെ ചെന്നിട്ട് ഹല്ലേലൂയ ഒന്നും കൊടുക്കാൻ കഴിയാതെ ശൂന്യമായിട്ട് അവിടെ എന്തിനോ വന്നതുപോലെ അല്ലോ, അത് നമ്മളവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെയോ മാറ്റം. നമ്മൾ വായ തുറക്കുമ്പോൾ അവിടെ ഒരു മാറ്റം സംഭവിക്കുന്നത്. നമ്മൾ വായ തുറക്കുമ്പോൾ അവിടെ അവരുടെ അന്തരീക്ഷ മണ്ഡലം മാറുന്നതൊക്കെ നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ തന്നെയായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന ശുശ്രൂഷയൊക്കെ. അതുപോലെ തന്നെ അപ്പം നമ്മൾ അവിടെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവിടെ നിൽക്കുന്ന ഇത് ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ചേഞ്ച് ആകും നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞ ദൈവരാജ്യം വെളിപ്പെടുന്നത്. അവിടെ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ സന്തോഷത്തോടും സമാധാനത്തോടും ഒക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ. ചിലപ്പോൾ പേഴ്സിനകത്ത് കനമൊന്നും ഉണ്ടാകത്തില്ല, ചിലപ്പോൾ ശൂന്യതയായിരിക്കും. പക്ഷേ അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത് അത് നമ്മൾ ദൈവരാജ്യത്ത് നിൽക്കുന്നുള്ള പ്രത്യേകതയാണ്. നമ്മൾ ദൈവരാജ്യം ഉണ്ടെന്നുള്ള പ്രത്യേകതയാണ്. അതുകൊണ്ട് ദൈവരാജ്യം ചെല്ലുമ്പോൾ വലിയ ഡിഷസ് ഒക്കെ ഒരുക്കി ഒരു മേശപ്പുറം നിറയെ ഡൈനിങ് ടേബിൾ നിറയെ സാധനങ്ങൾ തരുന്നൊന്നും അല്ല ദൈവരാജ്യം. അതൊന്നും കണ്ടിട്ട് അയ്യോ ഇവര് ഭയങ്കര ദൈവരാജ്യത്തിന് ഭയങ്കര ഇതിലാണല്ലോ എന്ന് ചിന്തിക്കുന്ന അല്ല ദൈവരാജ്യം. അവിടെ ചെല്ലുമ്പോ കഞ്ഞിയേ ഉള്ളൂ എങ്കിലും അവിടുത്തെ ആ ഭവനത്തിലേക്ക് നമ്മൾ പറയാം, ചില കുടുംബത്തിലേക്ക് കയറി, ചില വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെ വലിയ കമ്പൊന്നും പക്ഷെ അവനകത്ത് ചെന്ന് കയറുമ്പോൾ ഒരു ഭയങ്കര സമാധാനം കേട്ടോ, ഒരു സന്തോഷം കേട്ടോ. എന്ന് അറിയാൻ പറ്റുന്നെങ്കിൽ അതെന്ന് വെച്ചാൽ ദൈവരാജ്യം അവരുടെ ഉണ്ടെന്നുള്ളതിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, അത് നീതിയും സമാനം പരിശുദ്ധാത്മാവിൽ സന്തോഷം. ഇതിന്റെ ചില കുറച്ച് പോർഷൻസും കൂടെ വരും ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മ പ്രേരിപ്പിക്കുന്ന കണക്ക് ബാക്കി എടുക്കാൻ നമുക്ക് ഇത്രയും കൊണ്ട് നിർത്താം. ഈ വചനത്തെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തിലായിരിക്കുന്നുള്ളത് നമ്മുടെ ഇടയിൽ തന്നെ അത് വെളിപ്പെടണം. ഈ ദിവസങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിക്കും. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തോട് പറയുക, കർത്താവേ ഇത്രയും നാളായിട്ട് എനിക്ക് ദൈവരാജ്യം വെളിപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ അതുപോലെ ആഗ്രഹിക്കുന്ന പറ്റിയില്ല, അതിനുവേണ്ടി എന്നെ നിറയ്ക്കണമേ എന്ന്. ദൈവരാജ്യം ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ സ്വപ്നമാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് ചോദിച്ചാൽ തരും. അതുകൊണ്ട് ചോദിക്കുക, ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, അത് പ്രാപിക്കുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം.